എന്തോ വലിയ മനപ്രയാസമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എന്നും വരുന്ന ഒരാളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ സ്ഥലത്തിരിക്കും. മൊത്തത്തിലൊരു മൂഡ് ഓഫ് ലുക്ക്. ഭക്ഷണം പോലും അവിടെ വെച്ച് കഴിക്കും. ഇടയ്ക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും പെട്ടെന്ന് അവിടെ തന്നെ തിരിച്ചു വന്ന് ഇരിപ്പാക്കും. വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ സ്ഥലം വിടുകയും ചെയ്യും. ഈ ചങ്ങായിയുടെ മനപ്രയാസത്തെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ അച്ചാച്ചന്റെ മറുപടി ഇതായിരുന്നു: പിന്നെ മനപ്രയാസം തരീടയാണ്, ഭൂലോക തരീട. സൂക്ഷിച്ചില്ലെങ്കിലേ നിനക്കും ചിലപ്പം പണി കിട്ടും. ദേ, ഇതാണ് കഥാപാത്രം. വീടിന്റെ പുറകില് ഒരു വാഴയ്ക്ക് സപ്പോർട്ട് കൊടുത്തേക്കുന്ന കമ്പാണ് കക്ഷിയുടെ പകൽ വീട്. ഈ കമ്പിൽ തന്നെ ഒരു സ്പെഷ്യൽ സ്പോട്ടിലേ ഇരിക്കൂ. കാട് മുഴക്കി ഇരട്ടവാലൻ എന്നൊക്കെയാണ് പേര്. ഇംഗ്ലീഷ് പേരാണ് പഞ്ച്, റാക്കറ്റ് ടെയിൽഡ് ഡ്രോങ്കോ. വാലിൻ്റെ അറ്റത്ത് റാക്കറ്റ് പോലെ 2 തൂവലുകൾ ഇരിക്കുന്നതുകൊണ്ട് കിട്ടിയ പേരാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കക്ഷിക്കൊരു മനസമാധാനം കിട്ടുന്നുണ്ടെന്നാണ്. ദേ, ടോയ്ലറ്റൊക്കെ ഇവിടെ തന്നെ സെറ്റാണ്. ആദ്യമൊക്കെ നമ്മളെ ദൂരെ കാണുമ്പോഴേ വായുമായിരുന്നു. ഇപ്പോൾ വലിയ പേടിയൊന്നുമില്ല. ദേഹം കണ്ട ദേ ഇപ്പം എണ്ണയും വരട്ടി കസർത്തും കഴിഞ്ഞ് വരുവാണെന്ന് തോന്നും. ഇവനാണോ ഇവളാണോ എന്നറിയത്തില്ല. ഏതായാലും ഞാൻ ഡ്രോങ്കൂ എന്നങ്ങ് വിളിക്കുക. പറന്നു പോകുന്ന പ്രാണികളെ ചേസ് ചെയ്ത് പിടിച്ചു തിന്നുന്നതാണ് പുള്ളിയുടെ ത്രില്ല്. പഴുതാരയാണ് വേറൊരു ഫേവറേറ്റ് ഐറ്റം. ഇന്നിപ്പോൾ ഞങ്ങളൊരു പഴുതാരനെ റെഡിയാക്കി കമ്പിൻ്റെ മോളിൽ കൊണ്ട് വെച്ചു. മിന്നൽ വേഗത്തിലാണ് അത് റാഞ്ചിക്കൊണ്ട് പോയത്. പക്ഷി ലോകത്തെ അതിബുദ്ധിമാന്മാരുടെ ലിസ്റ്റിലാണ് ഡ്രോങ്കും കൂട്ടരും. ശരിക്കും പറഞ്ഞാൽ ഇതിനെ കണ്ടപ്പോൾ മുതൽ ആകെ കൺഫ്യൂഷനാണ്. ഈ ചെറിയ കിളിക്ക് പുറകിൽ എന്നാത്തിനാണ് ഇത്രയും വലിയ എക്സ്ട്രാ ഫിറ്റിങ്സ്? ആ വാലിനെയും കൂടി നീളം നോക്കിയാൽ ഈ പക്ഷിക്ക് നമ്മുടെ കോഴിയെക്കാളിലും താറാവിനെക്കാട്ടിലും ഒക്കെ നീളമുണ്ട്. ഈ കക്ഷി ഇതും വെച്ചോണ്ട് എങ്ങനെ അടങ്ങി ഒതുങ്ങി കൂട്ടിലിരുന്ന് ഉറങ്ങും? ധൈര്യമായിട്ട് ഏതെങ്കിലും ലൈൻ കമ്പിയെ പോയി ഇരിക്കാൻ പറ്റുമോ? അപ്പുറത്തെ കമ്പിയിൽ വാല് മുട്ടി അപ്പ കരിഞ്ഞു പോകത്തില്ലേ? പറക്കുന്നതിനിടയിൽ വല്ല കാട്ടിലോ മുൾച്ചെടിയിലോ ഒക്കെ ഈ വാല് കുടുങ്ങത്തില്ലേ? പക്ഷെ അച്ചാച്ചൻ പറഞ്ഞത് വേറൊന്നാണ്. വാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നുറങ്ങാൻ അവർക്കറിയാം. പിന്നെ ലൈൻ കമ്പിയിൽ ഇരുന്നാലും ആ പുറയിലെ ആന്റിനെ കൂടെ കറണ്ട് കയറും തോന്നുന്നില്ല. വാലെവിടെയെങ്കിലും കുടുങ്ങി പോയാൽ വേറെ കിളുക്കുകയും ചെയ്യും. ഇവരെ ഭയങ്കര മിമിക്രിക്കാരാ. ഒരുമാതിരിപ്പെട്ട എല്ലാ പക്ഷികളുടെയും ചില മൃഗങ്ങളുടെയും സൗണ്ട് അതുപോലെ എടുക്കും. ഈ മിമിക്രിയും ഒരു തരിയുടെ പരിപാടിയാ. വേറെ ഏതെങ്കിലും ഒരു പക്ഷി തീറ്റ റെഡിയാക്കി തിന്നാൻ തുടങ്ങുമ്പോൾ ഇവര് മാറിയിരുന്ന് അതേ പക്ഷിയുടെ സൗണ്ട് ഉണ്ടാക്കും. തോമസ് കുട്ടി വിട്ടോടാ എന്നൊക്കെയായിരിക്കും വെച്ച് കാച്ചുന്നത്. അത് കേൾക്കുന്ന പക്ഷി തീറ്റയൊക്കെ ഉപേക്ഷിച്ച് പമ്പ കടക്കും. നമ്മളെ മിമിക്രിക്കാരൻ പോയി കൂളായി ആ തീറ്റ അടിച്ചു മാറ്റി തിന്നും. ഏതെങ്കിലും പക്ഷി ഇവന്മാരെ ആക്രമിക്കാനും വരുമെന്ന് തോന്നിയാൽ ആ പക്ഷിക്ക് പേടിയുള്ള ഏതെങ്കിലും വലിയ പക്ഷിയുടെ ശബ്ദം ഇവന്മാരുണ്ടാക്കും. അതോടെ അക്രമികൾ ജീവനും കൊണ്ട് പായും. അച്ചാച്ചൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ത്രില്ലടിച്ചു. ഡ്രോങ്കുവിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഗൂഗിൾ ചെയ്തപ്പോൾ ശരിക്കും ഞെട്ടി. ആള് സകല കലാ വല്ലഭനാണ്. മിമിക്രി എന്ന് വെച്ചാൽ ചില്ലറ മിമിക്രി അല്ല. 30ഓളം പക്ഷികളെ കൂളായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. അതും പോരാഞ്ഞിട്ട് അണ്ണാൻ്റെയും പൂച്ചയുടെയും ഒക്കെ ശബ്ദമെടുക്കും. ഈ ശബ്ദം വെച്ച് മറ്റു കിളികളുമായി കൂട്ടുകൂടുന്ന പരിപാടിയുണ്ട്. വാലിൻ്റെ അറ്റത്ത് കാണുന്നത് വെറും എക്സ്ട്രാ ഫിറ്റിങ്സ് അല്ല. പറന്നുകൊണ്ടിരിക്കുമ്പോൾ കൂളായിട്ട് വെട്ടിത്തിരിയാനും യൂട്ടേൺ അടിക്കാനും ഒക്കെ കഴിയുന്നത് ഇതുള്ളത് കൊണ്ടാണ്. ഈ വാലിൻ്റെ മൂവ്മെൻറ്റ് വെച്ച് മറ്റു കിളികൾക്ക് സിഗ്നൽ കൊടുക്കാനും പറ്റും അത്രേ. ഈ നീളം തൂവലുകൾ നഷ്ടപ്പെട്ടാലും ഇവർക്ക് പറക്കാൻ കഴിയും. പക്ഷെ വെട്ടിത്തിരിഞ്ഞ് പറക്കുന്ന പരിപാടി നടക്കത്തില്ലെന്ന് മാത്രം. ഇങ്ങനെ പോയാൽ ഞങ്ങൾ കമ്പനി ആകുമെന്ന് തോന്നുന്നു. പേര് വിളിക്കുമ്പോൾ ഓടി വന്ന് കയ്യിലിരിക്കുന്ന ഡ്രോങ്കുവിനെ ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ എന്നും വീഡിയോ ഇട്ട് നിങ്ങളെ ഞാൻ വെറുപ്പിച്ചു കളയും.